ബോസിനകത്ത് ഇപ്പൊ ലൈവിലാണെങ്കിൽ റെന ഫാത്തിമയും നൂറയും കൂടെ നമ്മുടെ ബിഗ് ബോസിന്റെ ആ വാതിക്കലെ സ്റ്റെപ്പിലിരുന്ന് ഇന്നലത്തെ സംഭവം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആരും ഇന്നലെ റെനയുടെ ദേഹത്ത് കയറി കിടക്കാൻ ഒരു ശ്രമം നടത്തുന്നില്ലേ, അതിനെക്കുറിച്ച്. അപ്പൊ തനിക്കത് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ലെന്ന് റെന നൂറയോട് പറയുന്നുണ്ട്. അപ്പൊ നൂറ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നീ അത് അന്നേരം തന്നെ ഉച്ചത്തിൽ സംസാരിച്ചില്ല, പിന്നീടത്തേക്ക് അത് മാറ്റി വെച്ച എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അപ്പൊ ആ സംഭവത്തെ ഞാൻ പേടിച്ചു പോയെന്നും. ആക്ച്വലി ഇന്നലെ പിന്നെ ആര്യന്റെ ബെഡില് രണ കയറി കിടന്നപ്പം ആര്യൻ വന്നിങ്ങനെ കയറി കിടക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും അത് ശരിയായില്ല. തമാശക്കാണെങ്കിൽ പോലും അത് ചെയ്തത് തെറ്റാണ്. കാരണം നമുക്ക് തന്നെ ഇന്നലെ അത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അത്രയ്ക്ക് ഇതായിട്ട് തോന്നില്ല. പെട്ടെന്ന് ആർക്കും കാണുമ്പോൾ അത് അത്ര ഇഷ്ടപ്പെടത്തില്ല. ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ രാവിലെ പിന്നെ ഓപ്പൺ നോമിനേഷന് തനിക്ക് ഇഷ്ടമല്ലെന്ന് നൂറ പറയുന്നുണ്ട്. കാരണം നൂറയ്ക്ക് ഓപ്പൺ നോമിനേഷൻ ചെയ്യാനുള്ള പവർ കിട്ടിയിട്ടുണ്ടല്ലോ, അത് ചെയ്യുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓപ്പൺ നോമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മെക്കിട്ട് കയറാൻ വരുമെന്ന് നൂറ അവിടെ പറയുന്നുണ്ട്. പിന്നെ രാവിലെ ഇവിടെ എക്സസൈസ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഷാനവാസ്, അതേണക്ക് തന്നെ അക്ബറുണ്ട്, ജിഷിനുണ്ട്, പിന്നെ സൗമാനുണ്ട്, ജിഷ്ണുണ്ട്. ഇവരത്രയും രാവിലെ മോർണിംഗ് ടാസ്ക് അല്ല, രാവിലെ എക്സസൈസ് അവിടെ ഗാർഡൻ ഏരിയയിൽ നടത്തുന്നുണ്ട്. രാവിലെ നടന്നതാണ് ഇത്രയും.